എങ്ങനെയുണ്ട് സിസ്റ്റർ? BP നോർമലാണ് ഡോക്ടർ. മറ്റു ടെസ്റ്റുകളിലും വേറെ കുഴപ്പമൊന്നുമില്ല മാഡം. ശരീരത്തിനല്ല ഡോക്ടർ കുഴപ്പം, മനസ്സിനാ. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? എപ്പോഴും ബിസിനസ്സും മീറ്റിംഗും ഒക്കെ അല്ലേ, അതിന്റെ ടെൻഷനായിരിക്കും. ബിസിനസ് ഒക്കെ മാഡത്തിന്റെ മകനെ ഏൽപ്പിച്ചൂടെ? ആ, അവനിപ്പോ ബിസിനസിനോടല്ല താല്പര്യം, മറ്റു പലതിനോടുമാണ്. ആ, അതൊക്കെ പോട്ടെ. എനിക്ക് എപ്പോ പോവാൻ പറ്റും ഡോക്ടർ? ഈവനിങ് ഡിസ്ചാർജ് ആയി പോവാ. 2 റിസൾട്ട് കൂടി വരാനുണ്ട്. ശരി ഡോക്ടർ. ആ, ഇനി വരാൻ പോകുന്ന റിസൾട്ടും നോർമൽ തന്നെയായിരിക്കും. അസുഖം വല്ലതും ഉണ്ടെങ്കിലല്ലേ മരുന്ന് കഴിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇതൊക്കെ വെറും അഭിനയാണെന്നല്ലേ? അത് മനസ്സിലാക്കാൻ എന്റെ എയർ ഹോസ്റ്റസ് ബുദ്ധിയൊന്നും വേണ്ട. ഓ, നിങ്ങളവിടെ തളർന്ന് വീണപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ അത് നിങ്ങളുടെ നാടകമാണ്. ഇനി നിങ്ങൾ എന്താ കാണിക്കാൻ പോകുന്നെന്ന് അറിയാൻ ഒരു ചെറിയ കൗതുകം. അതിനാ ഞാൻ കൂടി ഇങ്ങോട്ട് വന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് കാണാനും പറയുന്നത് കേൾക്കാനും വേണ്ടിയാ നീ തന്നെ ഇവിടെ വേണം എന്ന് ഞാൻ പറഞ്ഞത്. ഇനിയല്ലേ ശരിക്കും ഈ രമാദേവി കളി തുടങ്ങുന്നത്. നിങ്ങൾ കളി തുടങ്ങ്, ഞാൻ നോക്കി നിക്കാം. എല്ലാ അടവുകളും എടുത്ത് കളത്തിലോട്ട് ഇറങ്ങാങ്ങോട്ട്. ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ ഏതറ്റം വരെ പോവെന്ന്. ഒറ്റയ്ക്ക് കളിച്ച് ക്ഷീണിക്കുമ്പോ, നിങ്ങൾക്ക് ബോറടിക്കുമ്പോ ഞാനും കൂടെ വരാം. എന്നിട്ട് നമുക്കൊന്ന് മത്സരിച്ചു നോക്കാം ആരാ ജയിക്കുന്നെന്ന്. നമ്മുടെ മത്സരമല്ലേ എല്ലാരും കാത്തിരിക്കുന്നത്. ഞാനും നിങ്ങളും കട്ടയ്ക്ക് കട്ടയ്ക്ക്. അപ്പോഴല്ലേ കാണുന്നവർക്ക് ഒരു ഹരമൊക്കെ തോന്നൂ. അതെങ്ങനെയാ ഞാനും നീയും കട്ടയ്ക്ക് കട്ടയ്ക്കാവുന്നത്?